തിരുവനന്തപുരം ട്രാവൻകൂർ മാളിൽ വെച്ച് ഒരു മഫ്റ്റിയിലായ പോലീസ് ഉദ്യോഗസ്ഥനെ SFIക്കാരെന്ന് പറഞ്ഞ് മർദ്ദിക്കുന്ന ദൃശ്യം വലിയ വൈറലായി. തിരുവനന്തപുരത്ത് AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ മിഥുൻ റോയിയെയാണ് മർദ്ദിച്ചത്. 31 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് ട്രാവൻകൂർ മാളിൽ ഷോപ്പിങ്ങിന് വന്നതാണ്. ഇത് കണ്ടിട്ട് SFIക്കാരെന്ന് പറയുന്ന രേവന്ത്, സുജിത്ത്, കണ്ടാൽ അറിയാവുന്ന മറ്റു 2 പേരും ഇദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്നതും അദ്ദേഹത്തിനെ തല്ലുന്നതും പിടിച്ചു തള്ളുന്നതും അദ്ദേഹത്തിനെ ചവിട്ടി താഴെ ഇടുന്നതും എന്നിട്ട് കയറി ചവിട്ടുന്നതും ഒക്കെ കാണാം. ഇത് വലിയ വൈറലായി. ഇത് SFIക്കാരോട് കളിച്ചാൽ മാളിലും കിട്ടും എന്നാണ് അവരെ വൈറലായ ആ മെസ്സേജിനകത്തൊക്കെ കാണുന്നത്. പോലീസുകാരെ ഡ്യൂട്ടി അല്ലാത്ത സമയത്ത് ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. പോലീസിന് തീർച്ചയായിട്ടും അവർക്ക് ഒരു വർഗബോധമില്ല. കാരണം ഇതിനകത്ത് രാഷ്ട്രീയമാണ്. പോലീസ് അസോസിയേഷനൊക്കെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്. ഈ സംഭവത്തിന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ വന്ന് പരാതിപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൊഴി വായിച്ച് കേസെടുത്തു. രേവന്തും സുജിത്തും 2 പേർക്കുമെതിരെ കേസെടുത്തു. അത് ബെയിലബിൾ ഒഫൻസ് ഇട്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി 24 മണിക്കൂർ ഓൺ ഡ്യൂട്ടിക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സമുള്ള ആ സെക്ഷൻ വന്നില്ല. ബെയിലബിളായ ചില സെക്ഷനൊക്കെ ഇട്ട് പ്രതികൾക്ക് എപ്പം വേണമെങ്കിലും ജാമ്യം കൊടുക്കത്തക്ക രീതിയിൽ രാഷ്ട്രീയം കളിച്ചു ആ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെ കേസെടുത്ത വ്യക്തി. അത് തന്നെയല്ല, ഇദ്ദേഹം ആംഡ് പോലീസിലെ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ്. കഴിഞ്ഞ ഡിസംബർ 31 ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ വെച്ച് പുതുയുഗ പിറവിയുടെ ആഘോഷങ്ങൾ നടന്നു. അവിടെ DJ പാർട്ടി ഉണ്ടായി. ആ സമയത്ത് SFI DYFIയുടെ ആൾക്കാരായിരുന്നു അതിന് കാവൽ നിന്നതും അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തതും. അവിടെ വെച്ച് കശപിശയും തള്ളും ഉന്തും ഒക്കെ ഉണ്ടായി. അവിടെ അടി നടന്നു. പോലീസ് ലാത്തി ചാർജ് ചെയ്തു. ആ സംഘത്തിൽ ഈ മിഥുൻ റോയി ഉണ്ടായിരുന്നു. ഇയാൾ പലരെ അടിച്ചു. അതിന് പകരം തീർത്തു എന്നാണ് പറയുന്നത്. പോലീസ് ഔദ്യോഗിക കൃത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ലാത്തിച്ചാർജ് നടത്തുന്നത്. അതിനവർക്ക് സംരക്ഷണമുണ്ട്. അങ്ങനെ ലാത്തിച്ചാർജ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വഴിയിട്ട് കാണുന്ന ഒരു യുഗത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം തന്നെയാണ്, സംശയമൊന്നുമില്ല. അതേസമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൊഴി വാങ്ങിച്ച് കേസെടുത്തെങ്കിലും പ്രതികളുടെ മൊഴി വാങ്ങിച്ചും കേസെടുത്തു. പ്രതികളുടെ മൊഴിയിൽ വഞ്ചൂർ പേട്ടയിലുള്ള ഒരു വ്യക്തിയാണ് അത് വാദിയായിട്ട് വന്നത്. അതിനകത്ത് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ പോലീസുകാരൻ്റെ കയ്യിലും കൂടെ ഉണ്ടായ സ്ത്രീയുടെ കയ്യിലും ആയുധമുണ്ടെന്ന്. ആയുധം കൂടെ വെച്ച് കയറ്റിയെടുത്തപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസായി. എന്തിനാണ് ഇങ്ങനെയൊക്കെ കേസെടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. SHOമാർ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? കാരണം പോലീസുകാരനെ ഉപദ്രവിച്ചതിന് തീർച്ചയായിട്ടും അതിശക്തമായ കേസെടുത്ത് പോലീസുകാരനെ ഉപദ്രവിച്ചൊരു വാദിയായിട്ട് വീണ്ടും കേസെടുക്കുക എന്ന് പറഞ്ഞാൽ കേസും കൗണ്ടർ കേസൊക്കെ വളരെ റെയറായിട്ടുള്ള സന്ദർഭത്തിൽ എടുക്കേണ്ടി വരികയുള്ളൂ. 2 കൂട്ടരും ഒരുപോലെ പരസ്പരം അടിക്കുകയും അങ്ങനെ പരിക്കേൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള കേസെടുക്കുന്നത്. ഈ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ അയാൾ മഫ്റ്റിയിൽ അവിടെ വന്ന് ഷോപ്പിങ്ങിന് വന്ന ആളാണ്. അവിടെ ഇയാളെ തിരിച്ചറിഞ്ഞ് അടിക്കുകയാണ് ചെയ്തത്. അതിനെന്തിനാണ് കൗണ്ടർ കേസ്? പോലീസ് വളരെയധികം മാറണം. വളരെ മോശമായ പെരുമാറ്റങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നടത്തുന്നത്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇവിടെ പോയി പോലീസ് അസോസിയേഷൻ ഭാരവാഹികളൊക്കെ ആരെയും കണ്ടില്ലല്ലോ. SFI DYFIയുടെ സംസ്ഥാന ഭാരവാഹി പറഞ്ഞു, ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്നവരാരും ഈ പോലീസുകാരനെ അടിച്ചിട്ടില്ല. അപ്പോൾ അത് ക്രിമിനൽസാണ്. SFI DYFIയുടെ പേര് പറയുന്ന ക്രിമിനൽസാണ്. ആരാണ് വാദിയായിട്ട് അവിടെ വന്നത്? അത് ഏതെങ്കിലും SFI DYFIയുടെ ഭാരവാഹിയാണോ? അയാൾക്ക് പേട്ടയിലുള്ള ഒരാളാണല്ലോ പരാതിക്കാരനായിട്ട് വന്നത്. എന്നിട്ടാണല്ലോ നോൺ ബെയിലബിൾ സെക്ഷൻ ഇട്ടത്. എന്താണ് പോലീസ് നടക്കുന്നത്? ഇതങ്ങ് നിർത്താറായില്ലേ പോലീസിന്? നീതിയുക്തമായ ഒരു ഏത് ഭരണകക്ഷി വന്നോട്ടെ, പൊതുജനങ്ങൾ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നീതികരമായ പ്രവൃത്തിയാണ്. അതിന് വിഘാതമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ ചിന്തയും വന്ന് ഇങ്ങനെയുള്ളൊക്കെ കേസെടുത്താൽ സമൂഹത്തിന് എന്താണ് ഗുണം? അല്ലെങ്കിൽ പോലീസിന് എന്താണ് ഗുണം? ഇവിടെ ലോ ആൻഡ് ഓർഡർ നോക്കണ്ടേ? ഇങ്ങനെയാണോ പോലീസ് കേസെടുക്കേണ്ടത്? നമ്മൾ കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഒരു ഇറങ്ങി നിന്ന് അവിടുത്തെ കോൺഗ്രസ് യൂത്തന്മാരെ തല്ലുന്ന നമ്മൾ കണ്ടല്ലോ. അവർക്ക് എന്താണ് അതിൻ്റെ ആവശ്യം? മുഖ്യമന്ത്രിയുടെ സംരക്ഷണക്കാരല്ലേ അവർ? ആ സംരക്ഷണം നടത്തി കാറിൽ അങ്ങ് പോയാൽ പോരെ?
അവിടെ അത് ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങുമ്പോൾ ലോ ആൻഡ് ഓർഡർ അവിടെ നോക്കാനായിട്ട് അവിടെ വേറെ യൂണിഫോമുള്ള പോലീസുകാരുണ്ടല്ലോ, അവർ കൈകാര്യം ചെയ്യില്ലേ? അവരെ പേടിച്ച് മാറുന്നത്, അവർ ചിലർ വീഴുന്നതൊക്കെ നമുക്ക് കാണാം. മുഖ്യമന്ത്രിയുടെ കാറിലെ അഡീഷണലായിട്ട് സെക്യൂരിറ്റിക്കാർ ഇറങ്ങി നിന്ന് അടിക്കുകയാണ്. അതിനവർക്ക് അധികാരമില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആരും ന്യായീകരിക്കരുത്. നിയമപരമായി മാത്രം പോലീസ് പ്രവർത്തിക്കുക. ഇപ്പോൾ തന്നെ ഈ മാളിൽ ഉണ്ടായ ഈ സംഭവത്തിൽ അതിനകത്ത് അയാളെ തിരിച്ചറിഞ്ഞ ശേഷം വന്ന് അയാളെ അടിക്കുകയല്ലേ ചെയ്തത്. അതിനെന്തിനാണ് കൗണ്ടർ കേസ് എടുക്കുന്നത്? അയാൾക്ക് ഡിഫെൻഡ് ചെയ്യാമല്ലോ, അയാളെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇവരെ കൊല്ലാമല്ലോ, അതിനും അധികാരമുണ്ടല്ലോ ഒരു പൊതുജനത്തിന്. അയാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ 4 പേര് ആക്രമിക്കാൻ വന്നാൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാത്തത് എന്താ പോലീസ്? എന്തായാലും പോലീസിൻ്റെ പക്ഷാപാതപരമായ രാഷ്ട്രീയ കളി നല്ലതല്ല. കാരണം അത് ആ ഭരണകക്ഷിയെ ചീത്തയാക്കും. അതുപോലെ തന്നെ SFI DYFIക്കാർ അവരെ ആരും അല്ല ഇത് ചെയ്തതെന്ന് അവരെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ക്രിമിനൽസ് അവരുടെ പേര്, SFI DYFIയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊടുത്താൽ മാളിലും കിട്ടുമെന്നൊക്കെ CCTV അവരുടെ ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ പല രീതിയിലുള്ള ദൃശ്യങ്ങളുടെ കൂടെ ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ വെസ്റ്റ് ഹിൽ പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിൽ കോഴിക്കോട് അവിടുത്തെ വെസ്റ്റ് ഹിൽ പോലീസ് സ്റ്റേഷനിലെ അവിടെ പ്രമോദ് എന്ന് പറഞ്ഞ ഒരു SIക്ക് കുത്തേറ്റു കഴിഞ്ഞ ദിവസം. അദ്ദേഹം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ചായക്കടയിൽ പോയി ചായ കുടിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് അവിടുത്തെ ഒരു ഗുണ്ടയായ മിഥുൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിന്ന് ആ ചായക്കടക്കാരനെ തട്ടിക്കയറി അയാളെ അടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ തടഞ്ഞ് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പിന്നാലെ ചെന്ന് അദ്ദേഹത്തിനെ കുത്തി എന്നാണ്. വളരെ ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാരണം പോലീസിന് കൃത്യമായ നടപടി എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഇതിനകത്ത് ഈ കോഴിക്കോട്ടെ സംഭവത്തിനകത്ത് അവനെ ഈ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നയാളെ തടഞ്ഞതല്ലേ ഉള്ളൂ കുറ്റം. അത് പോലീസിൻ്റെ ജോലിയല്ലേ? അവരെ ജോലി സമയത്ത് അതിക്രമമൊക്കെ ചിലപ്പോൾ ഉണ്ടായെങ്കിൽ അതിന് പരാതി കൊടുത്തോളൂ, ചിലപ്പോൾ അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടി ഉണ്ടാവും. പക്ഷേ അവർക്ക് ഭരണഘടനമായ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം പൊതുജനങ്ങൾ മറക്കരുത്. ഇവിടെ ശംഖുമുഖത്തുണ്ടായ ഈ സംഭവം ഇതിനോടനുബന്ധിച്ച് ആണ് ഇപ്പോൾ ഈ ട്രാവൻകൂർ മാളിൽ ഇയാളുടെ പുറകെ നടന്ന് അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. ഇയാൾ കുറച്ച് ദിവസമായിട്ട് മെഡിക്കൽ ലീവ് വന്ന് ഇയാളെ പേടിച്ചതുകൊണ്ടാണോ? ഇങ്ങനെ നേരത്തെ പേട്ടയിൽ ഇരുന്ന സന്ദർഭത്തിൽ അവിടെ ചില കശവശം ഉണ്ടായി SFI DYFIക്കാർ ആയിട്ട്. അതിനോടനുബന്ധിച്ചുള്ള തുടർച്ചയായ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നുള്ള അക്രമമാണ് ഇപ്പം നടന്നത്. എന്തായാലും വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് എതിരായി കേസെടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മേലിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും നീതി നടപ്പാക്കാൻ ശ്രമിക്കില്ല. രാഷ്ട്രീയം കളിക്കരുത് പോലീസ് ഉദ്യോഗസ്ഥർ. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ മർദ്ദനമേക്കാൻ തുടങ്ങിയാൽ ആ കേസെടുത്ത പോലീസുകാരൻ്റെ അവസ്ഥ എന്താണ്? തിരിച്ച് തല്ല് കിട്ടൂല അവർക്കൂടെ. അതുകൊണ്ട് പോലീസ് കേസെടുക്കുന്ന കൃത്യമായ ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രം കേസെടുക്കുക. ഒരു കേസിൽ ഒരാൾ കേസെടുത്ത് അതിന് കൗണ്ടർ എടുത്ത് ആ കേസിനെ ന്യൂട്രലൈസ് ചെയ്യാനും പോലീസ് ശ്രമിക്കരുത്. അതുകൊണ്ട് അസോസിയേഷൻ ഭാരവാഹിയാണെന്നൊക്കെ പറഞ്ഞല്ലെങ്കിൽ അത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിന് കൂടെ ഒട്ടി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരായാലും ശരി, അവർ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ വാദിയും പ്രതിയും രാഷ്ട്രീയം നോക്കാതെ ജാതിമത ചിന്ത നോക്കാതെ കൃത്യമായ രീതിയിൽ നിയമപരമായ നടപടി എടുക്കുന്നതാണ് ഉത്തമം.